ഓം ശാന്തി. 6/8/70 അവ്യക്ത ബാബ്ദാദ. മുരളിയുടെ സാരം. ദൃഷ്ടി സേ സൃഷ്ടി की രചന. ദൃഷ്ടിയിലൂടെ സൃഷ്ടിയുടെ രചന. सभी अव्यक्त स्थिति में रहते व्यक्त में कार्य कर रहे हो. എല്ലാവരും അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് വ്യക്തത്തിൽ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ജൈസെ ബാപ്പ് അവ്യക്ത് ഹോത്തെ വ്യക്ത് में प्रवेश हो कार्य करते हैं വൈസെ ബാപ്പ് സമാൻ ബനെ ഹോ. ഏതുപോലെ ബാബ അവ്യക്തമാണെങ്കിലും വ്യക്തത്തിൽ പ്രവേശിച്ച് കാര്യം ചെയ്യുന്നു, അതേപോലെ ബാബയ്ക്ക് സമാനം ആയോ? ബാബ അവ്യക്തമാണ്. അവ്യക്തമായ ബാബ വ്യക്തത്തിൽ പ്രവേശിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതേപോലെ കുട്ടികളും ആയോ എന്ന് ബാബ ചോദിക്കുകയാണ്. ബാപ്പ് സമാൻ ബനേങ്കെ തബ് ഹി ഔരോं को भी ബാപ്പ് സമാൻ ബനാ സകേങ്കെ. ബാബയ്ക്ക് സമാനം ആയാൽ മാത്രമേ മറ്റുള്ളവരെയും ബാബയ്ക്ക് സമാനം ആക്കാൻ കഴിയുകയുള്ളൂ. അപ്പനെ ആപ്സെ പൂച്ചോ कि ദൃഷ്ടി ബാപ്പ് സമാൻ ബനി ഹെ. ഓരോരുത്തരും അവരവരോട് ചോദിക്കൂ, എൻ്റെ ദൃഷ്ടി ബാബയ്ക്ക് സമാനം ആയോ? വാണി ഔർ സങ്കൽപ്പ് ബാപ്പ് സമാൻ ബനെ ഹോ. ശബ്ദവും അതുപോലെ സങ്കല്പവും ബാബയ്ക്ക് സമാനം ആയോ? ബാപ്കോ ക്യാ സ്മൃതി മേ രഹത്തെ. ബാബയ്ക്ക് എപ്പോഴും എന്താണ് ഓർമ്മയിലുള്ളത്? ജാൻതേ ഹോ, അറിയാമോ? ബാപ്കി സ്മൃതി മേ സദൈവ് ക്യാ രഹത്ത ഹെ ഔർ ആപ്കി സ്മൃതി മേ സദൈവ് ക്യാ രഹത്ത ഹെ. ബാബയുടെ ഓർമ്മയിൽ എപ്പോഴും എന്താണുള്ളത്, കുട്ടികളുടെ ഓർമ്മയിൽ എപ്പോഴും എന്താണുള്ളത് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. രണ്ടും തമ്മിലുള്ള അന്തരം. ക്യാ അന്തർ? ബാബയുടെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്, ഓർമ്മയിൽ എന്തൊക്കെയാണുള്ളത്, കുട്ടികളുടെ ഓർമ്മയിൽ എന്താണ് എപ്പോഴും ഉള്ളത്, രണ്ടും തമ്മിലുള്ള അന്തരം അറിയാമോ എന്ന് ബാബ ചോദിക്കുകയാണ്. സമാൻ സ്മൃതി ഹോത്തി. ബാബയുടെയും കുട്ടികളുടെയും സ്മൃതി സമാനമാണോ? രണ്ടുപേരുടെ ഓർമ്മയിൽ ഉള്ള കാര്യങ്ങൾ ഒരേപോലെയാണോ എന്ന് ചോദിക്കുകയാണ്. കോയി സ്മൃതി രഹത്തി ഹേ കി കോയി ബി നഹി രഹത്തി ഹേ. എന്തെങ്കിലും ഓർമ്മയിൽ ഇരിക്കുന്നുണ്ടോ അതോ ഒന്നും ഓർമ്മയിലില്ലേ? സ്മൃതി രഹത്തി ഹേ യാ സ്മൃതി സേ ബി പരേ ഹോ. സ്മൃതിയിലാണോ ഇരിക്കുന്നത്, സ്മൃതിക്ക് ഉപരിയായോ? ഒന്നും ഓർമ്മയില്ല, അങ്ങനെ ഒരു അവസ്ഥയായോ എന്ന് ബാബ ചോദിക്കുകയാണ്. കോയി ബാത്തുമേ ബാപ്കെ സമാൻ ആപ്കി സ്മൃതി രഹത്തി ഹേ. ഏതെങ്കിലും കാര്യത്തിൽ ബാബയെപ്പോലെയുള്ള സ്മൃതി നിങ്ങൾക്കും ഉണ്ടോ? അവിടെ ഇരുന്നവർ പറഞ്ഞേ ഇല്ല എന്ന്. അന്തത്തക്ക് സ്മൃതിമേ സമാനത ആജായെങ്കിൽ. അപ്പോൾ ബാബ ചോദിക്കുക, അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് സമാനതയിൽ വരുമോ? എന്താണോ ബാബയുടെ സ്മൃതിയിലുള്ളത് അത് തന്നെ നിങ്ങളുടെ സ്മൃതിയിലും വരുമോ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ഇരുന്നവർ പറഞ്ഞു നമ്പർ വാർ, നമ്പർ അനുസരിച്ച് വരുമെന്ന്. ഫസ്റ്റ് ബच्चे और बाप में फर्क होगा. ആദ്യത്തെ കുട്ടിയും ബാബയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുമോ? ബാപ്പ് ദാദാമേ ഫറക് രഹേഗ. ബാബയിലും ദാദയിലും വ്യത്യാസം ഉണ്ടാകുമോ? സമാനത ആ ജായെങ്കിൽ, സമാനത വരുമോ? जैसे बाप बेहद का बाप है वैसे दादा भी बेहद का बाप है. ഏതുപോലെ ശിവബാബ പരിധിയില്ലാത്ത അച്ഛനാണോ അതേപോലെ ദാദാ ബ്രഹ്മബാബയും പരിധിയില്ലാത്ത അച്ഛനാണ്.
बाप दादा के समीप समानത होनी चाहिए. ബാപ് ദാദയുടെ സമീപത്ത് സമാനത വേണം എന്ന് പറയുകയാണ്. ജിത്തനി ജിത്തനി സമീപത ഉത്തനി സമാനത. എത്രമാത്രം സമീപത അത്രയും സമാനത. अंत में अब बच्चे भी अपनी रचना के रचयिता बनकर प्रैक्टिकल में अनुभव करेंगे. അപ്പോൾ അവസാനം കുട്ടികൾ തൻ്റെ രചനയുടെ രചയിതാവായിട്ട് പ്രാക്ടിക്കൽ അനുഭവം ചെയ്യും. അപ്പം ബാബ പറയാണ് കുട്ടികളെല്ലാവരും ഇപ്പം രചയിതാവാണല്ലോ, അതായത് രചനയെ ബാബയുടെ ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് രചനയെ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രചയിതാവായിട്ട് അവസാനം അനുഭവം ചെയ്യും എന്ന് ബാബ പറയുകയാണ്. ജൈസെ ബാപ്കോ രചനാക്കോ ദേഖ് രചയിതാക്കെ സ്വരൂപുക്കി സ്മൃതി സ്വതാരേത്തി. ഏതുപോലെ ബാബയ്ക്ക് തൻ്റെ രചനയെ കാണുമ്പോൾ ഞാൻ രചയിതാവാണെന്നുള്ള ആ സ്വരൂപം സ്വതവേ തന്നെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഐസി സ്റ്റേജ് നമ്പർ വാർ ബച്ചോങ്കി ബി ആനി. അതേപോലെ ഒരവസ്ഥ കുട്ടികളുടേത് നമ്പർ അനുസരിച്ച് വരണം എന്ന് ബാബു പറയുകയാണ്. ദൃഷ്ടി സേ സൃഷ്ടി രചന അതി. ദൃഷ്ടിയിലൂടെ സൃഷ്ടി രചിക്കാൻ അറിയാമോ? ആപ്കി രചന കൈസി ഹേ. ബാബ ചോദിക്കും നിങ്ങളുടെ രചന എങ്ങനെയാണ്? കുക്കി വ നൈനോക്കി. അതായത് സാധാരണ രീതിയിലുള്ള രചനയാണോ അതോ കണ്ണുകളുടെ രചനയാണോ? ദൃഷ്ടി സേ രചന രചെങ്കി. ദൃഷ്ടിയിലൂടെ രചനയെ രചിക്കുമോ? യഹ് ജോ കഹാവത്ത് ഹേ കി ദൃഷ്ടി സേ സൃഷ്ടി ബനേഗി. അതായത് ഈ ചൊല്ലുണ്ടല്ലോ, അതായത് ദൃഷ്ടിയിലൂടെ സൃഷ്ടി ഉണ്ടാകും. എങ്ങനെയാണോ ദൃഷ്ടി അതിനനുസരിച്ച് സൃഷ്ടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചൊല്ലുണ്ടല്ലോ, ഐസ ദൃഷ്ടി ജിസുസേ സൃഷ്ടി ബദൽ ജായ്. അങ്ങനെയുള്ള ദൃഷ്ടി വരണം, അതിലൂടെ സൃഷ്ടി തന്നെ മാറണം. ഐസി ദൃഷ്ടിമേ ദിവ്യത അനുഭവ കർത്തേ ഹോ. അപ്പോൾ തൻ്റെ ദൃഷ്ടിയിൽ അങ്ങനെയുള്ള ദിവ്യത അനുഭവം ചെയ്യുന്നുണ്ടോ? ദൃഷ്ടി ധോക്കാ ഭി ദേത്തി ഔർ ദൃഷ്ടി പതീതോ കോ പാവൻ ഭി കർത്തി. അപ്പോൾ ദൃഷ്ടി രണ്ട് കാര്യം ചെയ്യും എന്ന് ബാബു പറയുകയാണ്. ദൃഷ്ടി ഇടയ്ക്ക് ചതിക്കുകയും ചെയ്യും, എന്നാൽ പതീതരെ പാവനമാക്കുകയും ചെയ്യും. ദൃഷ്ടി ബദൽനെ സേ സൃഷ്ടി ബദൽ ഹി ജാത്തി. ദൃഷ്ടി മാറുന്നതിലൂടെ സൃഷ്ടി മാറുക തന്നെ ചെയ്യും. തോ ദൃഷ്ടി കഹാൻ തക്ക് ബദലി. അപ്പം ബാബ ചോദിക്കുകയാണ് ദൃഷ്ടി എവിടം വരെ മാറി? എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ട് തൻ്റെ ദൃഷ്ടിയിൽ? എത്രമാത്രം തൻ്റെ ദൃഷ്ടിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് ബാബ ചോദിക്കുകയാണ്. ദൃഷ്ടി ക്യാ ബദൽനി ഹോത്തി ഹേ യഹ് മാലൂം ഹേ. തൻ്റെ ദൃഷ്ടിയിൽ എന്ത് മാറ്റമാണ് വരേണ്ടത് അതറിയാമോ? ആത്മിക് ദൃഷ്ടി ബനാനി ഹേ. ആത്മീയ ദൃഷ്ടി ഉണ്ടാക്കണം. ആത്മിക് ദൃഷ്ടി, ദിവ്യ ദൃഷ്ടി और अलौकिक ദൃഷ്ടി ബനി ഹേ. അപ്പോൾ ദൃഷ്ടിയിൽ വരേണ്ട മാറ്റത്തെക്കുറിച്ച് ബാബു പറയുകയാണ്. അതായത് ആത്മിക് ദൃഷ്ടിയാകണം, ദിവ്യമായ ദൃഷ്ടിയായിരിക്കണം, അലൗകിക ദൃഷ്ടിയാകണം. ദൃഷ്ടിയിൽ ഈ മാറ്റം കൊണ്ടുവരണമെന്ന് ബാബ പറയുകയാണ്. അപ്പം ബാബ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏതുപോലെയാണോ ബാബയുടെ ഓർമ്മകൾ അതേപോലെ തന്നെയാണോ കുട്ടികളുടെയും സ്മൃതി. അപ്പം വാണിയോർ സങ്കല്പ്, ശബ്ദവും സങ്കല്പവും ബാബയ്ക്ക് സമാനമായോ? ദൃഷ്ടി ബാബയ്ക്ക് സമാനമായോ? അപ്പോൾ ബാബയുടെ ഓർമ്മയിൽ എപ്പോഴും എന്താ ഉള്ളത്, കുട്ടികളുടെ ഓർമ്മയിൽ എന്താണ് എപ്പോഴും ഉള്ളത്? രണ്ടുപേരുടെ ഓർമ്മയിൽ അഥവാ സ്മൃതിയിൽ എന്ത് അന്തരമാണുള്ളത്, എന്ത് വ്യത്യാസമാണുള്ളത്? അപ്പം അങ്ങനെ പല ചോദ്യങ്ങളും ബാബ ഇന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നിട്ട് ബാബ ചോദിച്ചു നിങ്ങൾക്ക് സ്മൃതി എന്തെങ്കിലും ഉണ്ടോ അതോ സ്മൃതിക്ക് ഉപരിയായോ? അപ്പോൾ അവർ പറയുന്നത്, അതായത് ബാബയുടെ കുട്ടികളടുത്തിരുന്നവർ പറഞ്ഞത്, ബാബ അവസാനം വരെ
അതായത് ബാബയുടെ സ്മൃതിയിലുള്ള അതേപോലെ തന്നെ നമ്മുടെ സ്മൃതിയിലും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്പർ അനുസരിച്ച് വരും. പക്ഷെ അത് ബാബയെപ്പോലെ തന്നെ ആ സ്മൃതി വരുന്ന കാര്യം അത് ഇത്തിരി പ്രയാസമാണ് എന്ന് കുട്ടികൾ പറയുകയാണ്. അപ്പം ബാബ പറയുകയാണ്, ബാബയും ദാദായും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്ന് ചോദിക്കുക. ശിവ് ബാബയും ബ്രഹ്മബാബയും, അപ്പോൾ ബാബയുടെ ആദ്യത്തെ കുട്ടിയാണല്ലോ ശിവ് ബാബയുടെ. എന്നിട്ട് ബാബ പറയാണ്, ഏതുപോലെയാണോ ശിവ് ബാബ ബേഹദ്, അതായത് മുഴുവൻ ലോകത്തിൻ്റെ അച്ഛനാണ്, അതേപോലെ തന്നെയാണ് ബ്രഹ്മബാബയും മുഴുവൻ ലോകത്തിൻ്റെ അച്ഛനാണ്. അപ്പോൾ പിന്നെ വ്യത്യാസമൊന്നും വരികയില്ലല്ലോ. അതേപോലെ തന്നെ കുട്ടികളും ബാബ്ദാദയുടെ സമീപത്ത് സമാനതയിൽ വരണം. അപ്പം നിങ്ങളും നിങ്ങളുടെ രചനയെ രചിച്ചിട്ട് ഇത് പ്രാക്ടിക്കൽ കുറച്ച് കഴിയുമ്പോൾ അനുഭവം ചെയ്യും എന്ന് പറയുകയാണ്. നമ്മളും സേവനമൊക്കെ ചെയ്തിട്ട് തൻ്റെ രചനയെ കാണുമ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവം ചെയ്യുമെന്ന്. അപ്പം ദൃഷ്ടിയിലൂടെ സൃഷ്ടി എങ്ങനെയാണ് രചിക്കേണ്ടത്, നിങ്ങളുടെ ദൃഷ്ടി എങ്ങനെയായി എന്ന് ബാബ ചോദിക്കുകയാണ്. ദൃഷ്ടി എങ്ങനെയാണ് ആകേണ്ടത്, അതായത് ആത്മിക് ദൃഷ്ടി, പിന്നെ ബാബു പറയുന്നത് ദിവ്യ ദൃഷ്ടി, പിന്നെ അലൗകിക ദൃഷ്ടി. ദൃഷ്ടിയിൽ ഈ മാറ്റം വരണം. കാരണം സാധാരണ തന്നെ പറയുന്നുണ്ട്, ഒരാളുടെ ദൃഷ്ടി എങ്ങനെയാണോ അതേപോലെയാണ് സൃഷ്ടി എന്ന്. അപ്പം നമ്മൾ എങ്ങനെയുള്ള ദൃഷ്ടിയിലൂടെയാണോ കാര്യങ്ങളെ വീക്ഷിക്കുന്നത് അതിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ സൃഷ്ടി. അപ്പം അതുകൊണ്ട് ഇവിടെ ദൃഷ്ടിയെ മാറ്റണം എന്ന് ബാബ പറയുകയാണ്. ജഹാൻ ദേഖേ ജിസ്കോ ദേഖ്തേ വഹ ആത്മിക് സ്വരൂപ് ഹി ദിഖായി ദേ. അതായത് എവിടെ നോക്കിയിരുന്നാലും ആരെ കണ്ടിരുന്നാലും ആത്മീയ സ്വരൂപം തന്നെ കാണപ്പെടണം. അതാണ് ദൃഷ്ടിയിൽ, നമ്മുടെ ദൃഷ്ടിയിൽ വരേണ്ട മാറ്റം. ഐസി ദൃഷ്ടി ബദലി ഹേ, അങ്ങനെ കുട്ടികളുടെ ദൃഷ്ടിക്ക് മാറ്റം വന്നിട്ടുണ്ടോ? അതായത് ആത്മീയ സ്വരൂപം തന്നെ കാണപ്പെടുക. ആരെ നോക്കിയിരുന്നാലും എവിടെ നോക്കിയിരുന്നാലും ആ ആത്മീയ സ്വരൂപം കാണപ്പെടുന്ന രീതിയിൽ അത്രയും ദൃഷ്ടിക്ക് മാറ്റം വന്നിട്ടുണ്ടോ? ജിസ് ദൃഷ്ടി മേ അർത്ഥാത് നയനോं में खराबी होती है तो एक समय में दो चीज़ें दिखाई पड़ती. ഇപ്പം സാധാരണ തന്നെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് എങ്കിൽ, മോശമായി കണ്ണ് അസുഖം ഉണ്ടെങ്കിൽ ആ ബാബ പറയണ ഒരേ കാര്യം തന്നെ രണ്ടായിട്ട് കാണപ്പെടും. അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ കണ്ണിന് അസുഖം വരുമ്പോൾ. ദേഹി ഔർ ദേഹ് കവി വഹ് കവി വഹ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ദേഹം കാണുക, ഇടയ്ക്ക് ദേഹിയെ കാണുക, ഇടയ്ക്ക് അത് കാണുക, ഇടയ്ക്ക് ഇത് കാണുക, ഇങ്ങനെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കാനാണ് ബാബ. അപ്പോൾ ഏതുപോലെ സാധാരണ നമ്മുടെ കണ്ണിന് അസുഖം ഉണ്ടാകുമ്പോൾ ഒരേ കാര്യം തന്നെ രണ്ടായിട്ട് കാണുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ബാബ ഇവിടെ ചോദിക്കുകയാണ്, കാണേണ്ടത് ദേഹിയാണ്, പക്ഷേ നിങ്ങൾ ഇടയ്ക്ക് ദേഹം കാണുക, ഇടയ്ക്ക് ദേഹിയെ കാണുക, വീണ്ടും ദേഹം കാണുക, വീണ്ടും ദേഹിയെ കാണുക, ഇങ്ങനെയുള്ള അവസ്ഥ വരുന്നില്ലല്ലോ, ദൃഷ്ടിക്ക് മാറ്റം വരുന്നില്ലല്ലോ എന്ന്. കവി ദേഹുക്കോ ദേഖ്തേ ഹേ കവി ദേഹിക്കോ, ഇടയ്ക്ക് ദേഹത്തെ കാണുക, ഇടയ്ക്ക് ദേഹിയെ കാണുക. ജബ് നയൻ ठीक होते हैं तो जो चीज़ जैसी होती है वैसे ही यथार्थ रूप में दिखाई पड़ता है. കണ്ണുകൾ ശരിയാണ് എങ്കിൽ ഏത് വസ്തു എങ്ങനെയാണോ അത് അതേപോലെ യഥാർത്ഥ രൂപത്തിൽ കാണും. കണ്ണിന് കുഴപ്പമുണ്ടെങ്കിലാണ് ഈ ഒന്ന് രണ്ടായിട്ടൊക്കെ കാണുന്നത്. അപ്പം ബാബ പറയുകയാണ്, നിങ്ങളുടെ ദൃഷ്ടി ശരിയാണ് എങ്കിൽ ദേഹിയെ തന്നെയാണ് കാണേണ്ടത്. കൂടെ കൂടെ ദേഹത്തെ കാണുക, കൂടെ കൂടെ ദേഹിയെ കാണുക. അപ്പോൾ അർത്ഥം ദൃഷ്ടിക്ക് എന്തോ മോശമുണ്ട്, എന്തെങ്കിലും അസുഖമുണ്ട് എന്നാണ് ബാബു പറയുന്നത്. എന്നാൽ ശരിയായ രീതിയിൽ നമ്മൾ ആ ദൃഷ്ടി പ്രാക്ടീസ് ചെയ്യുന്നില്ല, ആത്മിക് ദൃഷ്ടി. ऐसे ही यह दृष्टि भी जब बदल जाती है तो जो यथार्थ रूप है वह दिखाई पड़ता है. यथार्थ रूप है देही न कि देह. അപ്പം ബാബ പറയുകയാണ്, ഈ ദൃഷ്ടിയും ശരിയായ രീതിയിൽ വരുമ്പോൾ എന്താണോ യഥാർത്ഥത്തിലുള്ള അത് തന്നെ കാണപ്പെടും. യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ദേഹിയാണ്, അല്ലാതെ ദേഹമല്ല എന്ന്. ജോ യഥാർത്ഥ രൂപ ഹേ വഹ് ദിഖായി ദേ, ഏതാണോ യഥാർത്ഥ രൂപം അത് തന്നെ കാണപ്പെടണം. ഇസ്സേ സംജോ കി ദൃഷ്ടി ഠീക്ക്. അപ്പോൾ ആത്മസ്വരൂപം തന്നെയാണ് കാണുന്നത് എങ്കിൽ മനസ്സിലാക്കിക്കോളൂ, എൻ്റെ ദൃഷ്ടി ശരിയാണ് എന്ന്. ദൃഷ്ടിക്ക് ഊപ്പർ ബഹുത്ത് ധ്യാൻ രഖ്ന ഹൈ, ദൃഷ്ടിയുടെ മേൽ വളരെ ശ്രദ്ധ കൊടുക്കണം. ദൃഷ്ടി ബദൽ ഗയി തോ കബ് ധോക്ക നഹീ ദേങ്കി. ദൃഷ്ടിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദൃഷ്ടി ചതിക്കില്ല,
കണ്ണ് ചതിക്കില്ല എന്ന് ബാബ പറയാണ്. മാറ്റം എന്ന് പറയുന്നത് ദേഹിയെ കാണുന്ന മാറ്റം. ദേഹത്തെ കാണുക എന്ന് പറഞ്ഞാൽ അത് ചതിക്കും. ദേഹിയെ കാണുന്ന ആ ഒരു മാറ്റം ദൃഷ്ടിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചതിയിൽപ്പെടുകയില്ല എന്ന് ബാബ പറയുകയാണ്. साक्षात्कार दृष्टि से ही करेंगे और एक एक की दृष्टि में अपने यथार्थ रूप और यथार्थ घर तथा यथार्थ राजधानी देखेंगे. അപ്പോൾ ദൃഷ്ടിയിലെ മാറ്റം വന്നു കഴിഞ്ഞാൽ ബാബ പറയുകയാണ് സാക്ഷാത്കാരം ഉണ്ടാകുന്നതും ദൃഷ്ടിയിൽ കൂടി തന്നെയാണ്. ഓരോരുത്തരുടെയും ദൃഷ്ടിയിൽ തൻ്റെ യഥാർത്ഥ രൂപം, തൻ്റെ യഥാർത്ഥ വീട്, പിന്നെ യഥാർത്ഥ രാജധാനി കാണും. इतनी दृष्टि में पवर है अगर यथार्थ दृष्टि है तो. അപ്പോൾ ദൃഷ്ടിയിൽ ഇത്രമാത്രം പവർ വരും ശരിക്കുള്ള ദൃഷ്ടിയാണെങ്കിൽ. അപ്പോൾ ബാബറിന് ദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് സാക്ഷാത്കാരം ഈ ദൃഷ്ടിയിൽ കൂടി തന്നെയാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ദൃഷ്ടി പവർഫുള്ളാണ്, ശക്തിശാലിയാണ്, ആത്മദൃഷ്ടി തന്നെയാണ് നമുക്ക് എപ്പോഴും ഉള്ളത് എങ്കിൽ അപ്പം ബാബ പറയുകയാണ് എപ്പോഴും ഓരോരുത്തരുടെയും ദൃഷ്ടിയിൽ തൻ്റെ യഥാർത്ഥ രൂപവും യഥാർത്ഥ വീടും യഥാർത്ഥ രാജധാനിയും മാത്രമേ കാണുകയുള്ളൂ. ആത്മസ്വരൂപവും അതുപോലെ പരംധാമവും പിന്നെ സത്യവും, ഇത് മൂന്നുമേ കാണപ്പെടുകയുള്ളൂ ദൃഷ്ടിയിൽ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ. अच्छा तो सदैव अपने को चेक करो कि अभी कोई भी सामने आए तो मेरी दृष्टि द्वारा क्या साक्षात्कार कराएंगे. അപ്പോൾ ബാബറാണ് ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം, സദാ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. എൻ്റെ മുന്നിൽ ആരെങ്കിലും വരികയാണെങ്കിൽ എൻ്റെ ദൃഷ്ടിയിലൂടെ ഇപ്പോൾ എന്ത് സാക്ഷാത്കാരമാണ് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത് അതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുകയാണ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ ആരെങ്കിലും വരികയാണ്, അപ്പോൾ എൻ്റെ ദൃഷ്ടിയിലൂടെ അവർക്ക് എന്ത് സാക്ഷാത്കാരം ഉണ്ടാകും. जो आपकी वृत्ति में होगा वैसा अन्य आपकी दृष्टि में देखेंगे. എന്താണോ നിങ്ങളുടെ ഭാവനയിലുള്ളത് മറ്റുള്ളവർ നിങ്ങളുടെ ദൃഷ്ടിയിലൂടെ അത് തന്നെ കാണും. നമ്മുടെ ഭാവനയിൽ എന്താണോ ഉള്ളത് അതായിരിക്കും നമ്മുടെ ദൃഷ്ടിയിലൂടെ മറ്റുള്ളവർ കാണുന്നത്. വൃത്തി ദേഹ അഭിമാൻ കി ഹെ ചഞ്ചൽ ഹെ തോ ആപ്കി ദൃഷ്ടി സെ സാക്ഷാത്കാർ ഭി ഐസേ ഹി ഹോങ്ക. അഥവാ വൃത്തി അതായത് ഭാവന ദേഹാഭിമാനത്തിൻ്റേതാണ്, ചഞ്ചലമാണെങ്കിൽ നിങ്ങളുടെ ദൃഷ്ടിയിലൂടെ സാക്ഷാത്കാരവും അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ ബാബറ നിങ്ങളുടെ ഭാവന ദേഹാഭിമാനത്തിൻ്റേതാണ്, ചഞ്ചലതയുണ്ട് എങ്കിൽ ദൃഷ്ടി സാക്ഷാത്കാരത്തിലും അങ്ങനെ തന്നെ കാണുകയുള്ളൂ നിങ്ങളുടെ ദൃഷ്ടിയിലൂടെ. ഔരോങ്കി ഭി ദൃഷ്ടി വൃത്തി ചഞ്ചൽ ഹോങ്കി. അപ്പം നമ്മുടെ ദൃഷ്ടി വൃത്തി ചഞ്ചലമാണെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിലൂടെ മറ്റുള്ളവരുടെയും കൂടി ദൃഷ്ടിയും വൃത്തിയും ചഞ്ചലമാകാൻ തുടങ്ങും. അതുകൊണ്ടാണ് ബാബ പറയുന്നത് സ്വയം ശ്രദ്ധിക്കണം, എന്താണോ നിങ്ങളുടെ ഭാവനയിലുള്ളത് അത് തന്നെ നിങ്ങളുടെ ദൃഷ്ടിയിലൂടെ മറ്റുള്ളവർ കാണുകയുള്ളൂ. യഥാർത്ഥ സാക്ഷാത്കാർ കർ നഹീ സകേംഗെ. യഥാർത്ഥത്തിലുള്ള സാക്ഷാത്കാരം അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല. യഹ് സമജ്തേ ഹോ. ബാബ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ എന്ന്. അതായത് നമ്മുടെ ദൃഷ്ടിക്ക് നമ്മുടെ അകത്ത് ഭാവനയ്ക്ക് മാറ്റമുണ്ട് എങ്കിൽ ആ ഭാവന നമ്മുടെ ദൃഷ്ടിയിലൂടെ മറ്റുള്ളവർക്ക് അത് അനുഭവപ്പെടും എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നമ്മളിപ്പോൾ ഒരാളിനെ നോക്കുമ്പോൾ നമ്മൾ ഏത് ഭാവനയിലാണ് നോക്കുന്നത് അത് നമ്മുടെ ദൃഷ്ടിയിലൂടെ അവർക്ക് ശരിക്കും പിടികിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് ദേഹാഭിമാനത്തിൻ്റെ ചഞ്ചലതയുടെ ദൃഷ്ടിയാണ് നിങ്ങളുടേതെങ്കിൽ അവരുടെയും ദൃഷ്ടിയും വൃത്തിയും ചഞ്ചലമാകാൻ തുടങ്ങും. ഇതറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഇനോങ്കി ട്രെയിനിങ് ഹേന്. അപ്പോൾ അവിടെ ഇരുന്നവരുടെ കാര്യത്തെക്കുറിച്ച് ബാബ പറയണം, ഇവരുടെ ട്രെയിനിങ് ആണല്ലോ. ഇസ് ഗ്രൂപ്പ് के लिए मुख्य विषय है अपनी वृत्ति के सुधार से अपनी दृष्टि को दिव्य बनाना. അപ്പോൾ ഈ ഇരിക്കുന്ന ഗ്രൂപ്പിന് പ്രത്യേകിച്ചൊരു വിഷയം തന്നെയാണെന്ന് തൻ്റെ ഭാവനയെ മാറ്റിയിട്ട് തൻ്റെ ദൃഷ്ടിയെ ദിവ്യമാക്കുക എന്നുള്ളത്. തൻ്റെ ഭാവനയെ മാറ്റി തൻ്റെ ദൃഷ്ടിയെ ദിവ്യമാക്കുക എന്നുള്ളത് ഈ ഗ്രൂപ്പിൻ്റെ മുഖ്യ വിഷയം തന്നെയാണ് എന്ന് ബാബ പറയുകയാണ്. കഹാൻ തക് ബനി. ആ രീതിയിൽ എവിടം വരെയായി, എന്ത് മാറ്റം നിങ്ങളിൽ വന്നു.
നഹി ബനി തോ ക്യോ നഹി ബനി ഹെ. അപ്പോൾ വൃത്തിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല, അങ്ങനെ ദൃഷ്ടിയിൽ മാറ്റം വന്നില്ല എങ്കിൽ ബാബ ചോദിക്കുക എന്തുകൊണ്ട് വന്നില്ല മാറ്റം, എന്താണ് പരിവർത്തനം വരാത്തതിൻ്റെ കാരണം. ഇസ് പർ ഇനോങ്കോ സ്പഷ്ട സംജാന. അപ്പോൾ അവിടെ ഇരിക്കുന്നവരോട് ബാബ പറയുകയാണ്, ഇവർക്ക് ഇതിനെക്കുറിച്ച് സ്പഷ്ടമായി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. സൃഷ്ടി ഇന്ന ബദലിനേക്കാ കാരൺ ഹേ ദൃഷ്ടി കാ അന്ന ബദൽ. സൃഷ്ടിക്ക് മാറ്റം വരാത്തതിൻ്റെ കാരണം ദൃഷ്ടിയുടെ മാറ്റം വരാത്തതാണ്. ദൃഷ്ടിയിലൂടെ മാത്രമേ സൃഷ്ടിയുടെ പരിവർത്തനം വരികയുള്ളൂ. അർത്ഥം ദൃഷ്ടി ആദ്യം മാറണം എന്ന് ബാബ പറയുകയാണ്. അർത്ഥം ആത്മിക് ദൃഷ്ടിയാകണം. ദൃഷ്ടി ഇന്ന ബദലിനേക്കാ കാരൺ ഹേ വൃത്തി കാ അന്ന ബദൽ. അപ്പോൾ ദൃഷ്ടി മാറാത്തതിൻ്റെ കാരണം ഭാവനയിൽ മാറ്റം വരാത്തത് കൊണ്ടാണ്. ദൃഷ്ടി ബദൽ ജായത്തോ സൃഷ്ടി ബി ബദൽ ജായ. ദൃഷ്ടി മാറുകയാണെങ്കിൽ സൃഷ്ടിക്ക് മാറ്റം വരും. आजकल सभी बच्चों के प्रति विशेष इशारा बाप दादा का यही है कि अपनी दृष्टि को बदलो. അപ്പോൾ ഈയിടെയായിട്ട് ബാബ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ഇതാണ്. പ്രത്യേകിച്ചും പുരുഷാർത്ഥം കുട്ടികൾ ഇക്കാര്യത്തിൽ ചെയ്യണം, തൻ്റെ ദൃഷ്ടിയെ മാറ്റൂ, പരിവർത്തനം കൊണ്ടുവരൂ. സാക്ഷാത്കാർ മൂർത്ത് ബനു. അങ്ങനെ ദൃഷ്ടിക്ക് മാറ്റം വന്നാൽ മാത്രമേ സാക്ഷാത്കാര മൂർത്തരാകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സാക്ഷാത്കാർ മൂർത്താകൂ എന്ന് ബാബ പറയുകയാണ്. देखने वाले ऐसे अनुभव करे कि यह नयन नहीं लेकिन यह एक जादू की डिब्बिया है. അതായത് നിങ്ങളെ കാണുന്നവർക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകണം. ഇത് കണ്ണുകളല്ല, ജാദുവിൻ്റെ, അതായത് വളരെ മന്ത്രീയ ശക്തിയുള്ള 2 ഡിബ്ബികളാണ്. സാധാരണ ഡിബ്ബി ഉണ്ടല്ലോ, മന്ത്രിയക്കാരുടെ കയ്യിലുണ്ടാകും ജാലവിദ്യ കാണിക്കുന്നവരുടെ അടുത്ത്. അപ്പം അതേപോലെ തന്നെ ഈ 2 കണ്ണുകളും മന്ത്രീയ ശക്തിയുള്ള, ജാലവിദ്യയുടെ ശക്തിയുള്ള 2 ഡിബ്ബികളാണെന്ന് വേണം അവർക്ക് തോന്നാൻ എന്ന് പറയാണ് കണ്ണുകൾ. ജൈസെ ജാദു കി ഡിബ്ബി മേ ഭിന്ന ഭിന്ന നസാരെ ദേഖ്തേ ഹെ. ഏതുപോലെ ജാലവിദ്യക്കാർ ഉപയോഗിക്കുന്ന ഡിബ്ബികളെ പല പല ദൃശ്യങ്ങളും കാണാറുണ്ടല്ലോ, അവർ കാണിക്കാറുണ്ട്. വൈസെ ആപ്കെ നയനോ മേ ദിവ്യ രംഗത്ത് ദേഖേ. അതേപോലെ നിങ്ങളുടെ കണ്ണുകളിലും ദിവ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആ ദൃശ്യങ്ങൾ കാണണം, ആ ഒരു പ്രഭാവം ഉണ്ടാകണമെന്ന് പറയുകയാണ്. നയൻ സാക്ഷാത്കാർ കെ സാധൻ ബൻ ജായ്. കണ്ണുകൾ സാക്ഷാത്കാരത്തിൻ്റെ ഒരു മാർഗമായി തീരണം, സാധനയായി തീരണം എന്ന് പറയുകയാണ്. അപ്പോൾ ബാബ ഇന്ന് ദൃഷ്ടിയിലൂടെ സൃഷ്ടിയുടെ മാറ്റത്തെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണോ നമ്മുടെ ദൃഷ്ടി, അതിനനുസരിച്ചിരിക്കും നമ്മുടെ സൃഷ്ടി. അപ്പം നമ്മുടെ ദൃഷ്ടി എത്രമാത്രം ആത്മീയമാകുന്നുണ്ടോ, ദിവ്യ ദൃഷ്ടിയാകുന്നുണ്ടോ, അലൗകിക ദൃഷ്ടിയാകുന്നുണ്ടോ, അത്രയും നമ്മുടെ ഈ ദൃഷ്ടിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവരെയും നമുക്ക് പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ഭാവനയിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മുടെ ദൃഷ്ടിയിൽ വരുന്നത്. ഇപ്പം നമ്മളൊരാളിനെ കാണുമ്പോൾ ആ ആളിനോട് നമുക്ക് എന്ത് ഭാവനയാണോ ഉള്ളത് അതിനനുസരിച്ചാണല്ലോ നമ്മുടെ ദൃഷ്ടി ആ സമയത്ത് വരുന്നത്. അപ്പോൾ നല്ല ഭാവനയാണ്, ആത്മിക് ഭാവനയാണ്, ശുഭമായ ഭാവനയാണെങ്കിൽ അതിനനുസരിച്ച് ആ ദൃഷ്ടിയിലൂടെ അവർക്കത് കാണപ്പെടും. അല്ല, നമ്മുടെ ദൃഷ്ടിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ചഞ്ചലതയുണ്ട്, കുഴപ്പങ്ങളുണ്ട് എങ്കിൽ ബാബ പറയുകയാണ് അവരിലും അതേ ചഞ്ചലതയും ആ കുഴപ്പവും ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതിനുദാഹരണം ബാബ പറഞ്ഞ, ഏതുപോലെ നമ്മുടെ ദൃഷ്ടിയിൽ കുഴപ്പമുണ്ടെങ്കിൽ, കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ 1-2ആയിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലോ. അപ്പം അതേപോലെ തന്നെ ഇവിടെയും ദൃഷ്ടിയിലെ മാറ്റം വരികയാണെങ്കിൽ 1-2ആയിട്ട് കാണുന്നു. അർത്ഥം ദേഹിയാണ് യഥാർത്ഥ രൂപം. ദേഹിയെ കാണാതെ ദേഹവും കൂടി കാണാൻ തുടങ്ങും. അപ്പം അങ്ങനെ വരുമ്പോഴത് ശരിയല്ലല്ലോ. അപ്പോൾ തൻ്റെ ദൃഷ്ടിയെ മാറ്റൂ എന്ന് ബാബ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സദാ സർവദാ ആത്മാവിനെ തന്നെ കാണാൻ പഠിക്കുക, ആത്മസ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യാനും പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ 2 കണ്ണുകൾ, അതായത് ജാലവിദ്യക്കാരുടെ കയ്യിലുള്ള ഡിബ്ബി മാതിരി ആയിത്തീരും. അതായത് പല ദൃശ്യങ്ങളും ഈ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ബാബ പറഞ്ഞത്, ഒന്ന് തൻ്റെ ആത്മരൂപം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. അതേപോലെ തന്നെ തൻ്റെ യഥാർത്ഥ വീട് പരംധാമവും ഈ കണ്ണിലൂടെ തന്നെ അവർക്ക് അനുഭവം ചെയ്യാൻ കഴിയും. അതേപോലെ നമ്മുടെ സത്യയുഗം രാജധാനി, അതും അവർക്ക് ഈ കണ്ണിലൂടെ തന്നെ അനുഭവത്തിൽ വരും.
അപ്പോൾ അതുകൊണ്ടാണ് ബാബു പറയുന്നത് ദൃഷ്ടിയിലൂടെയാണ് മാറ്റം വരേണ്ടത്. അപ്പോൾ കുട്ടികൾ ആദ്യം തന്നെ ഭാവനയും മാറ്റുക, ഭാവനയിലൂടെ ദൃഷ്ടിയും മാറ്റിയെടുക്കൂ. ഇപ്പോൾ ചെയ്യേണ്ട പുരുഷാർത്ഥം അതാണ് എന്ന് ബാബു പറയണം. യഹ് ഗ്രൂപ്പ് മാലൂം ഹേ കോൺ സാ ഗ്രൂപ്പ് ഹേ? ബാബ ചോദിക്കുക, ഈ ഇരിക്കുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാമോ? ഏത് ഗ്രൂപ്പാണ് ഇരിക്കുന്നതെന്ന്? ഇൻമേം വിശേഷത ക്യാ ഹേ? ഈ ഗ്രൂപ്പിലുള്ള വിശേഷത എന്താണ്? സാരേ വിശ്വക്ക് അന്തർ വിശേഷാത്മായേ ഹോ, മുഴുവൻ വിശ്വത്തിനുള്ളിൽ വിശേഷാത്മാക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ഐസേ തോ നഹീ സമജ്തേ കി ഹം സാധാരണ ഹേ, അങ്ങനെയൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ നമ്മൾ സാധാരണക്കാരാണ്. ഐസേ കബീ നഹീ സമജ്ന, അങ്ങനെ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കരുത് നമ്മൾ വെറും സാധാരണമാണ്. സാരേ വിശ്വക്ക് അന്തർ വിശേഷാത്മായും കോൻ ഹെ, മുഴുവൻ വിശ്വത്തിനുള്ളിൽ വിശേഷാത്മാക്കൾ ആരാണ്? അഗർ ആപ്പ് വിശേഷാത്മായ ന ഹോത്തി തോ ബാപ്പിനെ അപ്പനാ ക്യോം ബനായ, അഥവാ നിങ്ങൾ വിശേഷാത്മാക്കളല്ല എങ്കിൽ ബാബ പിന്നെ നിങ്ങൾ ഞാൻ സ്വന്തമാക്കിയത് എന്തുകൊണ്ടാണ്? ബാബ ചോദിക്കാൻ, ഞാൻ നിങ്ങളെ എൻ്റേതാക്കിയല്ലോ. അപ്പം നിങ്ങളിലൊരു വിശേഷതയില്ല എങ്കിൽ ഞാൻ അങ്ങനെ ആക്കിയില്ലല്ലോ. അപ്പോൾ മുഴുവൻ വിശ്വത്തിനുള്ളിൽ വെച്ച് നിങ്ങൾ വിശേഷ ആത്മാക്കളാണ്, ഒരിക്കലും സാധാരണക്കാരാണെന്ന് വിചാരിക്കരുത് എന്ന് ബാബ പറയുകയാണ്. അപ്പനെ കോ വിശേഷാത്മാ സമച്ചിനെ സേ വിശേഷത ആയേഗി, സ്വയം താൻ വിശേഷാത്മാവാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തന്നിൽ വിശേഷത വരും. അഗർ സാധാരണ സംശയെങ്കിൽ തോ കർത്തവ്യ ഭി സാധാരണ ഹോങ്കി, സാധാരണമാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ചെയ്യുന്ന കർത്തവ്യം സാധാരണമാകും. ഏക് ഏക് ആത്മാ അപ്പനെ കോ വിശേഷ സമജ് ഔരോ മേ ഭി വിശേഷത ലാനി ഹെ, ഓരോ ആത്മാവും സ്വയം താൻ വിശേഷ ആത്മാവാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരിലും വിശേഷത കൊണ്ടുവരണം. തും വിശേഷാത്മായേ ഹോ, യഹ് നശ ഈശ്വര്യ നശ ഹെ. ബാബ പറയുന്നത് നിങ്ങൾ വിശേഷ ആത്മാക്കളാണ്. ഈ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരീയ ലഹരിയാണ്. കുട്ടികൾ എപ്പോഴും ഈശ്വരീയ ലഹരിയിലിരിക്കണം. ഞാൻ വിശേഷാത്മാവാണ് എന്നുള്ള ഓർമ്മയിലിരിക്കണം. ഒരിക്കലും സാധാരണമാണ് ഞാനെന്ന് വിചാരിക്കാൻ പാടില്ല. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ തൻ്റെ കർത്തവ്യം ചെയ്യുന്നതൊക്കെ സാധാരണമായി പോകും. അപ്പം നമ്മൾ വിശേഷാത്മാവാണെന്ന് ഭഗവാനാണ് പറയുന്നത്. അപ്പം ബാബ പറയുകയാണ്, നിങ്ങൾ വിശേഷാത്മാക്കളായതുകൊണ്ടാണ് മുഴുവൻ ലോകത്തുനിന്ന് ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്തത്. നിങ്ങൾ സാധാരണക്കാരാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ നിങ്ങളെ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാബയാണ് എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാബയാണ് എന്നോട് പറയുന്നത് നീ വിശേഷമാണെന്ന്. അപ്പോൾ ആ ഒരു ലഹരിയിൽ, ഈശ്വരീയ ലഹരിയിൽ എപ്പോഴും ഇരിക്കണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ദേഹ അഭിമാൻ കാ നശാനെ, ഇത് ഈശ്വരീയ ലഹരിയാണ്. വിശേഷാത്മാവെന്നുള്ളത് ഈശ്വരീയ ലഹരിയാണ്, ഈശ്വരനാൽ തന്നിട്ടുള്ളൊരു വരദാനമാണ്, അല്ലാതെ ദേഹാഭിമാനത്തിൻ്റെ ലഹരിയല്ല. ഈശ്വര്യ നശ സദൈവ് നയനോം സേ ദിഖായി ദേ, ആ ഈശ്വരീയ ലഹരി എപ്പോഴും തൻ്റെ കണ്ണുകളിലൂടെ കാണപ്പെടണം. തോ ഇസ് ഗ്രൂപ്പ് കി വിശേഷത ക്യാ ഹേ? ബാബ ചോദിക്കുക, ഈ ഗ്രൂപ്പിൻ്റെ വിശേഷത എന്താണ്? ക്യാ അപ്പനെ ഗ്രൂപ്പ് കി വിശേഷത സമജ്തി ഹോ? ബാബ ചോദിക്കുക, നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വിശേഷത നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വിശേഷതയെക്കുറിച്ച് അറിയാവോ എന്നിരിക്കുന്നവരോട് ചോദിക്കുകയാണ് ബാബ. കോറ കാഗസ് കയ്യോനെ വിഭിന്ന ബാത്തേ സുനായി. ബാബറാണ് വെറും ബ്ലാങ്കായിട്ടുള്ള പേപ്പറാണ്. അർത്ഥം വളരെ ശുദ്ധമാണ്. ശുദ്ധമായിട്ട് ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല, ഇന്നസെൻ്റാണ്, നിഷ്കളങ്കമാണ് എന്ന് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇസ് ഗ്രൂപ്പ് കാ ടൈറ്റിൽ തോ ബഹുത് ബഡാ ഹെ. അപ്പോൾ ഉടനെ ബാബ പറയണം, ഈ ഗ്രൂപ്പിൻ്റെ ടൈറ്റിലില്ലേ വളരെ വലുതാ. ട്രെയിനിങ് കെ ബാദ് യഹി ഗുണ കായം രഹേ യഹ് ബി ട്രെയിനിങ് ചാഹിയേ. ബാബറെ ട്രെയിനിങ് എടുത്തതിന് ശേഷം ഇതേ ഗുണം നിലനിൽക്കണം, ആ ട്രെയിനിങ് വേണമെന്ന്. അങ്ങനെയുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. ബാബ പറയണം, ഈ ഗ്രൂപ്പ് വളരെ വലിയ ഗ്രൂപ്പാണ്, നല്ല ടൈറ്റിൽ ഉള്ള ഗ്രൂപ്പാണ്, അത് സദാ നിലനിൽക്കണം എന്ന് പറയുകയാണ്. അഭി തോ വിശേഷതായെ ബഹുത് അച്ചി സുൻ രഹി ഹോ. ഇപ്പം നിങ്ങൾ വിശേഷതകൾ വളരെ നല്ലത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കോറേ കാഗസ് പർ ജോ കുച്ച് ലിഖാ ജാത്താ ഹെ വഹ് സ്പഷ്ട ഹോത്താ ഹെ.
ബ്ലാങ്കായിട്ടുള്ള പേപ്പറിൽ എന്തെഴുതുന്നുണ്ടോ അതെല്ലാം വളരെ സ്പഷ്ടമായിട്ട് കാണപ്പെടും. ജിത്തന സ്പഷ്ട ഉത്തന ശ്രേഷ്ഠ. എത്ര സ്പഷ്ടമാകുന്നുണ്ടോ അത്രയും ശ്രേഷ്ഠമാകും. അഗർ സ്പഷ്ടതാമേ കമി ഹേ തോ ശ്രേഷ്ഠതാമേ ഭി കമി. അഥവാ സ്പഷ്ടതയിൽ എന്തെങ്കിലും കുറവുണ്ട് എങ്കിൽ ശ്രേഷ്ഠതയിലും കുറവാണ്. അതായത് മനസ്സിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണ് എങ്കിൽ സ്പഷ്ടത ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്പഷ്ടത കുറയുന്നതിനനുസരിച്ച് തൻ്റെ ശ്രേഷ്ഠതയും കുറയും എന്ന് ബാബ പറയുകയാണ്. അവർ കുച്ച് മിക്സ് നെഹി കർണ ഹെ. വേറെ ഒന്നും മിക്സ് ചെയ്യരുത്. കോയി മിക്സ് ബോത്ത് കർത്തേ ഹെ. ബാബ പറയേണ്ട ചില മക്കൾ ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്യാറുണ്ടെന്ന്. ഇസേ ക്യാ ഹോത്താ ഹെ. അങ്ങനെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? യഥാർത്ഥ രൂപവും അയഥാർത്ഥ ഹോ ജാത്താ ഹെ. യഥാർത്ഥ രൂപവും കൂടി അയഥാർത്ഥമായി തീരുമെന്ന്. ഉള്ളതെന്താണോ അങ്ങനെ തന്നെ സ്പഷ്ടമായിട്ടിരിക്കണം, അല്ലാതെ മിക്സ് ചെയ്യരുത് എന്ന്. മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒറിജിനാലിറ്റിയും കൂടി ഇല്ലാതായി പോവും, യാഥാർത്ഥ്യം നഷ്ടപ്പെടും എന്ന് ബാബ പറയുകയാണ്. വഹി ജ്ഞാൻ കി ബാത്തേ മായാക്ക രൂപ ബൻ ജാത്തി ഹെ. ജ്ഞാനത്തിൻ്റെ അതേ കാര്യങ്ങൾ മായയുടെ രൂപമായി തീരും. इसलिए इस ग्रुप की यह विशेषता चित्र में दिखाई दे कि यह ग्रुप सदा स्पष्ट और श्रेष्ठ रहे. അപ്പോൾ അതുകൊണ്ട് ബാബു പറയുകയാണ്, ഈ ഗ്രൂപ്പിൻ്റെ വിശേഷത ചിത്രത്തിൽ അങ്ങനെ കാണപ്പെടണം. അതായത് ഈ ഗ്രൂപ്പ് സദാ സ്പഷ്ടമായിരുന്നു, സദാ ശ്രേഷ്ഠമായിരുന്നു എന്ന്. സദൈവ അപ്പനെ യഥാർത്ഥ രൂപമേരെ. അതായത് ശരിക്കും ഞാൻ ആരാണ് എന്നുള്ള രൂപത്തിൽ എപ്പോഴും ഇരിക്കണമെന്ന് പറയുകയാണ്. അതായത് കൃത്രിമമായിട്ട് രൂപമൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളതും കൂടി ഇല്ലാതാകുമെന്ന് ബാബു പറയുകയാണ്. ജോ ബാത്ത് ജൈസി ഹേ ഉസ് രൂപ സെ ജാൻകർ ധാരൺ കർണി ഹേ. ഏത് കാര്യം എങ്ങനെയാണോ അതിനെ അതേപോലെ അറിഞ്ഞ് ധാരണ ചെയ്യുകയാണ് വേണ്ടത്. അവർ ചലത്തേ ചലന. അങ്ങനെ നടന്നുകൊണ്ടേ പോകണം. അതായത് ഏതൊരു രൂപം ഏതെങ്ങനെയാണോ അതിനെ അതേ രീതിയിൽ മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. അതനുസരിച്ച് തന്നെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം എന്ന് ബാബ പറയുകയാണ്. യഹ് ഹേ സ്പഷ്ടത. ഇതിനെയാണ് സ്പഷ്ടത എന്ന് പറയുന്നത്. ഇസ് ഗ്രൂപ്പ് കോ ബാപ്ദാദ ക്യാ ടൈറ്റിൽ ദേത്തെ. ഈ ഗ്രൂപ്പിന് ബാപ്ദാദ എന്ത് ടൈറ്റിലാണ് തരുന്നത്? ജോ കഹാവത്ത് ഹേ ഛോട്ടെ സുഭാള്ള. അപ്പം ഇങ്ങനെ പറയാറുണ്ട്, കുട്ടികളെപ്പോഴും ഈശ്വരനിഷ്ഠമാണ്. കുട്ടികളെന്ന് പറഞ്ഞാൽ അത്രയും നിഷ്കളങ്കമാണ്, നിരപരാധികളാണ്. അപ്പോൾ ചോട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന് സമാനമാണ്. അതാണ് പറയുന്നത് ചോട്ടേ സുഭാള്ള. കുട്ടികൾ ഈശ്വരന് സമാനമാണ്, അവർ നിഷ്കളങ്കരാണ്, പരിശുദ്ധരാണ്, വളരെ സ്നേഹികളാണ്, അങ്ങനെയാണ് ചൊല്ലുള്ളത്. ലേക്കിൻ ബാപ്ദാദ കേത്തേ ഹേ ചോട്ടേ തോ സമാനല്ല. അപ്പം ബാബ പറയുകയാണ് കൊച്ചു കുട്ടികളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമാനമാണ്, ഈശ്വരന് സമാനമാണെന്നാണ് പറയുന്നത്. സവീ ബാത്തോമേ കദം കദമ്മേ സമാനത രഖോ. എല്ലാ കാര്യങ്ങളിലും ഓരോരോ ചുവടിലും സമാനത വയ്ക്കൂ. ലേക്കിൻ സമാനത കൈസെ ആയെങ്കിൽ, സമാനത എങ്ങനെ വരും? അവരെ ഓരോ കാര്യത്തിലും സമാനത വയ്ക്കണം. ആ സമാനത എങ്ങനെ വരും എന്ന് ചോദിക്കുകയാണ്. സമാനത കേലിയെ ദോ ബാത്തേ ധ്യാൻമേ രഖ്ന ഹെ. സമാനതയ്ക്ക് വേണ്ടി രണ്ട് കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കണം. സാകാര രൂപമേ ക്യാ വിശേഷതായും ധി. സാകാര രൂപത്തിൽ വിശേഷതകൾ എന്താണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മബാബയിൽ എന്ത് വിശേഷതകളുണ്ടായിരുന്നു. സമാനത കേലിയെ एक तो सदैव अपने को आधार मूर्त समझो, सारे विश्व के आधार मूर्त. അതായത് ഒന്ന് മുഴുവൻ വിശ്വത്തിൻ്റെയും ആധാരമൂർത്താണ് ഞാൻ എന്ന് മനസ്സിലാക്കണം. ഇസെ ക്യാ ഹോങ്കാ കി ജോ ഭി കർമ്മ കരേങ്കെ ജിമ്മേവാരി സെ കരേങ്കെ. അപ്പം മുഴുവൻ വിശ്വത്തിൻ്റെ ആധാരമൂർത്താണ് ഞാനെന്ന് മനസ്സിലാക്കി കർമ്മം ചെയ്യുമ്പോൾ അത്രയും ഉത്തരവാദിത്വം ഓരോ കർമ്മത്തിൻ്റെ മേലും വരും. അൽബേലാപ്പൻ നെഹി ഹോങ്ക. അൽബേലാപ്പൻ വരില്ല, അശ്രദ്ധ ഉണ്ടാകിയില്ല. जैसे बाप दादा सर्व के आधार मूर्त है, वैसे हरेक बच्चा विश्व के आधार मूर्त है. ഏതുപോലെ ബാപ്ദാദ മുഴുവൻ വിശ്വത്തിൻ്റെ ആധാരമൂർത്താണ്, അതേപോലെ ബാബയുടെ ഓരോ കുട്ടിയും വിശ്വത്തിൻ്റെ ആധാരമൂർത്താണ്. അപ്പം നമ്മൾ അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അതായത് ഏതുപോലെ ബാബ അതേപോലെ തന്നെ ഞാനും വിശ്വത്തിൻ്റെ ആധാരമൂർത്താണ്.
അപ്പം അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഓരോ കർമ്മത്തിൻ്റെ മേൽ ശ്രദ്ധയുണ്ടാകും. ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യും എന്ന് ബാബ പറയുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബാബയെ പ്രത്യക്ഷമാക്കാനും എളുപ്പമാണ്, ബാബയ്ക്ക് സമാനമായിത്തീരും. അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് കൊച്ചു കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് സമാനമാണ്, ഈശ്വരന് സമാനമാണ്. കാരണം അവർ മഹാത്മാക്കളാണ്, നിഷ്കളങ്കരാണ്. അപ്പോൾ ബാബയും പറയണം എൻ്റെ കുട്ടികൾ എല്ലാ കാര്യങ്ങളിലും ബാബയ്ക്ക് സമാനമാകണം. അപ്പോൾ അങ്ങനെ ബാബയ്ക്ക് സമാനമാകാമെന്നുള്ള സങ്കല്പത്തോടെ ഇത് മുരളിയുടെ വിഭാഗം ഇവിടെ തീരുകയാണ്. നമുക്ക് അടുത്തതിൽ കേൾക്കാം. ഓം ശാന്തി.